ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉയരെ ബാച്ചിൽ നിന്ന്, അതായത് +2 എക്സാമിനർ ഉയരെ ബാച്ചിൽ നിന്ന് വേദ ബാച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ ബാച്ചിലേക്ക്. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം ഒരു മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളായിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് വേദയുടെ കംപ്ലീറ്റ് ചെയ്യണം, ഉയരയുടെ കംപ്ലീറ്റ് ചെയ്യണം, ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ബിസി ആയിപ്പോൾ. അതുപോലെ സ്കൂളിലെ നോട്ട്സ്, സ്കൂളിൽ പഠിക്കാനുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അതുപോലെ റെക്കോർഡ് ചെയ്യാനും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ശനിയാഴ്ച തന്നെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് കുറച്ച് സമയം കിട്ടുന്നത്. പെട്ടെന്ന് ഈ വേദ ബാച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് എന്തെങ്കിലും പോകുന്നുണ്ടോ, ഇത് കഴിയുമ്പോൾ എൻട്രൻസ് എഴുതുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി കോച്ചിങ്ങിന് പോകുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത്. അത്ര നാളെ ഞാൻ വിചാരിച്ചത് ഇത് കഴിയുമ്പോൾ ക്രാഷ് കോഴ്സിനോ എല്ലാം പോയിട്ട് ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നീറ്റ് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് ജസ്റ്റ് ക്രാഷ് കോഴ്സിനോ എന്തെങ്കിലും പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു വർഷം എന്തിനാണ് വെറുതെ വേസ്റ്റാക്കി കളയുന്നത്, പറ്റുവാണെങ്കിൽ ഈ വട്ടം തന്നെ നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചുകൂടെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള രീതി ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറഞ്ഞു വേദ ബാച്ചിൽ എന്നാൽ ചേരും എന്ന് പറയുമ്പോൾ വേദ ബാച്ചിലിൻ്റെ ഫീസ് വരുന്നത് 8,999. ഉയരേടത് 5,999. അപ്പം നമുക്ക് എക്സ്ട്രാ ഒരു 3,000 രൂപയുടെ കാര്യമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, അവരെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഒരു ആഴ്ച ആയിട്ടില്ല, ഒരു 4-5 ദിവസമായി കാണും ഷിഫ്റ്റ് ചെയ്തിട്ട്. അതെനിക്ക് യൂട്യൂബിൽ പറയാനോ പോസ്റ്റ് ഇടാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ പറയുന്നത്. പിന്നെ അത് തുടങ്ങിയ നാൾ തൊട്ട് ഇത്രയും ദിവസത്തേത് എനിക്ക് ബാക്ക്ലോഗായിട്ട് കിടക്കുവാണ്. ഞാൻ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അവർ ആദ്യം തൊട്ടില്ലേ, ഇത് വേദ ബാച്ച് 2-ലാണ് ചേർന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഉയരേ ഉണ്ട് എന്ന് പറഞ്ഞാൽ +2 ഉണ്ട്, +1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിനുള്ളത് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേദയുടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, DPP ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ലൈവ് ഉണ്ട്, അത് കഴിഞ്ഞ് എക്സാംസ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഇത് ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ബാക്ക്ലോഗ് ക്ലിയറൻസ് ഒരു വ്ളോഗിൽ പിന്നീട് ഇടാം. ഞാൻ എന്തായാലും ഇന്നും നാളെ ആയിട്ട് കുറച്ച് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വ്ളോഗ് ഞാൻ അടുത്ത ദിവസം ഇട്ടേക്കാം. ഞാൻ ആകെ വേദ ബാച്ചിൻ്റെ ഇതുവരെ കണ്ടതെന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്റർ, അത് ഞാൻ ശരിക്ക് ടെക്സ്റ്റ് വായിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് നോക്കി, എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ ഒക്കെ എഴുതിയെടുത്തു, സ്റ്റിക്കി നോട്ടൊക്കെ വെച്ച് ടെക്സ്റ്റിലൊക്കെ ഒട്ടിച്ച് കളർഫുള്ളായിട്ടൊക്കെ വെച്ചു. ഇതിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഉയരയുടെ ഭാഗമായിട്ട് +2ൻ്റെ മാത്രം ഞാൻ നോക്കുന്നതാണ്. അത് എനിക്ക് ഫിനിഷ് ആയിട്ടില്ല. അവരിപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് അവിടെ വരെ എത്തിയിട്ടില്ല. ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി കിടക്കുവാണ് ഇപ്പോഴും. എനിക്ക് ഇടയ്ക്കൊരു ഫംഗ്ഷനൊക്കെ വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഫംഗ്ഷനൊക്കെ വന്നിട്ട് എനിക്കത് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി ബാക്ക്ലോഗ് വന്ന് ഇങ്ങനെ അടിഞ്ഞു കിടക്കുവാണ്. എന്നാലും ഞാൻ ന്യൂ ആയിട്ടുള്ള വരുന്ന ക്ലാസ്സസൊക്കെ നോക്കിയായിരുന്നു. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം തൊട്ട് ഇന്ന് നാളെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ പകുതിയുണ്ട്, ബയോളജിയുടെ ഉണ്ടായിരുന്നു, അതുപോലെ മാത്സ് ഉണ്ട് ഒരു ചാപ്റ്റർ. അത് ഞാൻ ബയോളജി മാത്സും എന്തായാലും ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫിസിക്സും കെമിസ്ട്രിയും നോക്കണം. ഉയരെ ബാച്ച് എന്ന് പറയുമ്പോൾ +2 മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എക്സാംസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്, അതുപോലെ ലൈവ് ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയുള്ളൂ. പക്ഷേ വേദ എന്ന് പറയുമ്പോൾ നീറ്റൂടല്ലേ. അപ്പം നീറ്റിന് വേണ്ടിയിട്ട് വേദ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു പ്ലേലിസ്റ്റ് പോലെ ഉണ്ട്. എന്നിട്ട് അതിനകത്ത് തന്നെ നമ്മളുടെ ഉയരയുടെ ക്ലാസ്സുകൾ പോരാതെ ഒരു 5-6 ഒരു 10, മാക്സിമം എനിക്കൊന്നൊരു 10-14 എത്ര വീഡിയോ കാണത്തുള്ളൂ, അങ്ങനെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും കാണണം, ഇതും കാണണം. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് സമയം കുറവായിരിക്കും. അപ്പം എനിക്ക് വേദയുടെ പെൻഡിങ് കിടപ്പുണ്ട്. ഉയരയുടെയാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഉയരയുടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജൂലൈ 1 തൊട്ട് അവർ പുതിയ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നുണ്ട്. ഡിറ്റർമിനൻസ്, അതുപോലെ മൂവിങ് ചാർജസ് ഫിസിക്സിലെ, അതുപോലെ കെമിസ്ട്രി ഒക്കെ പുതിയത് തുടങ്ങുക. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇന്നും നാളെ ആയിട്ട് ഞാനത് ഫുള്ളിരുന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വട്ടം കുറേ പേര് എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഗൈഡിൻ്റെ കാര്യം +1 യൂസ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് +2 സെയിം പബ്ലിഷേഴ്സിൻ്റെ തന്നെ ഗൈഡ് ടീച്ചർ തന്നെ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുക. അപ്പം സ്കൂളിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല സബ്ജക്റ്റിൻ്റെ ഉണ്ട്. ഇതുവരെ ഇംഗ്ലീഷ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ബാങ്കുകളാണ് കൂടുതലും. പിന്നെ ഇംഗ്ലീഷിൻ്റെ അത് ഗൈഡ് പോലെ സമ്മറി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോഴും +1 ഗൈഡിൻ്റെ കാര്യം കമൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാൻ കാരണം, അപ്പോൾ ഞാൻ കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് ഇന്ന വീഡിയോ പോയി നോക്കിയാൽ മതി എന്ന് പറയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് അതിന് പേരില്ല. മാത്രമല്ല ഈ ഒമേഗ പബ്ലിഷേഴ്സ് എങ്ങാണ്ടാണ് പബ്ലിഷേഴ്സിൻ്റെ പേര്. എനിക്കല്ലാതെ പേരൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ കയ്യിലെ ബുക്ക് ഇല്ല നോക്കി ഇനി വായിക്കാൻ. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് പോയി ആദ്യം തൊട്ടിരുന്ന് കാണണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടോളാൻ, ഈ വീഡിയോയ്ക്കകത്തുണ്ട്, നിങ്ങൾ ഇതൊന്നും കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് തരുന്നത്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. എനിക്കിപ്പം ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്നാണ്. അതുപോലെ വീട്ടിൽ നിന്നാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടൊന്നും പറഞ്ഞില്ല. ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അപ്പോഴത്തെ ഒരു തോന്നൽ പോലെ ഇനി
കാരണം +1 +2 എല്ലാം കൂടെ പഠിക്കാൻ ഇനിയും പാടും. ഈ 2 മാർക്കിന് വേണ്ടിയിട്ട് +1 മാത്രം ഫോക്കസ് ചെയ്ത അവസാനം +2 കുഴപ്പം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാലും നോക്കാം. പിന്നെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് വന്ന കുറച്ച് കമൻസിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് തരാത്തതല്ല. എനിക്ക് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുക. എല്ലാത്തിനും ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഈ കമൻറ്റുകളൊക്കെ വരുന്നത്, ന്യൂ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതിനകത്തിൽ ഈ റിപ്ലൈ ആയിട്ട് വരുന്ന കമൻറ്റ് ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ആദ്യം ഒരു കമൻറ്റ് ഇട്ടു, അതിന് ഞാൻ റിപ്ലൈ ഇട്ടു, അതിൻ്റെ റിപ്ലൈ ആയിട്ട് വരുന്ന കമൻറ്റുകളില്ലേ, അതൊന്നും ഈ ന്യൂ കമൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ കാണുന്ന കമൻറ്റ്സിനെല്ലാം സമയം കിട്ടുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇൻ കേസ് നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും കണ്ടിട്ട് തരാത്തതല്ല കേട്ടോ, കാണാത്തതുകൊണ്ടായിരിക്കും തരാത്ത. ഞാൻ കാണുന്ന എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.